തറാവിസ്കാത്തിൽ കറാത്തുകൾ പറയുന്നുണ്ട്. തക്ബീർ കെട്ടിയാൽ വജ്ജത്ത് ഓതണം, ആവത് ഓതണം. അല്ല ഞാൻ 2 കറാത്ത് അങ്ങനെ വന്നു. പിന്നെ അവസാനം അത്തയ്യാത്തിൽ ആ ദുആ, അത്തയ്യാത്തിൻ്റെ ശേഷമുള്ള ദുആ കഴിഞ്ഞാലും കറാത്താണ്. അതാണിപ്പം അത്തയ്യാത്തിൽ കൂടുതലും സംഭവിക്കുന്ന കറാത്ത് നമ്മൾ കണ്ടതാണ്. സുന്നത്തസ്കാരത്തിൽ പൊതുവെ ആളുകൾ അത്തയ്യാത്തൊക്കെ ആദ്യത്തെ അത്തയ്യാത്താന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. ഇരുത്തും അങ്ങനെയാണ് ചിലവർ. തറാവിക്ക് ചിലവരൊക്കെ പോയി ഞാൻ കണ്ടതെന്താ പറയുക, ഇന്നലെ ഞാൻ പള്ളിയിൽ പോയപ്പോൾ അവിടെ ഈ 2 റക്കയത്തിൽ ആദ്യത്തെ അത്തയ്യാത്തിൻ്റെ ഇരുത്തം ഇഫ്തറാഷിൻ്റെ ഇടത്തെ കാലം ഇരുന്നിട്ട് കാലം നാട്ടി. 4ാമത്തെ റക്കയത്തിൽ ഇരിക്കുമ്പോൾ തവറുക്കിൻ്റെ അവസാനത്തെ അത്തയ്യാത്തിൻ്റെ ഇരുത്തം. ഒരു ഇമാമുക്കാണാൻ ഇങ്ങനെ കാട്ടണ ഞാൻ കണ്ട്. അങ്ങനെ ധാരണ ചിലവർക്ക് എല്ലാ സലാം വീട്ടുന്ന അത്തയ്യാത്തും അവസാനത്തെ അത്തയ്യാത്താണ്. അതിന് ഇരുത്തും അങ്ങനെയാണ് വേണ്ടത്. ഓതേണ്ടതും അത്തയ്യാത്ത് തന്നെയാണ്. മസ്ജിദ് ദജ്ജാൽ വരെ ഇമാമ് സമയം തിന്നലും നമുക്ക് അത്തയ്യാത്തോളാം. വജ്ജത്തിൻ്റെ കാര്യത്തിൽ പിന്നെ പ്രശ്നം വരുന്നുള്ളൂ. കാരണം ഇമാമ് സലാം വീട്ടിക്കോട്ടെ, സലാം വീട്ടിയാൽ നമ്മൾ ഓലോട്ടുള്ള ബന്ധം കഴിഞ്ഞു. പിന്നെ നമുക്ക് ഓതാറില്ല, നമുക്ക് ഓതിയിട്ടൊക്കെ നീച്ചാൽ മതി. ഇമാമ് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു, ഫർദ് കഴിഞ്ഞിട്ടോ. അതിൽ ആലി മുഹമ്മദൊക്കെ സുന്നത്താ, അത് ഞാൻ കറാത്തുമാണ്. അവിടെ അതേപോലെ ഇമാം സലാം വീട്ടി അയാൾ ഫുള്ളായിട്ട് ഓതിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് സ്പീഡ് കുറഞ്ഞുകൊണ്ടാവാം, എന്തായാലും വേണ്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേല ആലി മുഹമ്മദ് കമാ സ്വല്ലൈത്ത പറ്റുമെങ്കിൽ ഇബ്രാഹിം സ്വലാത്ത് അങ്ങനെ ചെല്ലിക്കോളിഞ്ഞ് അതില്ലേ വേണ്ട. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് പറഞ്ഞിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ അവൻ പറഞ്ഞിട്ട് നീച്ചോളി. അപ്പോഴത്തേനും അയാൾ തക്ബീർ ഇട്ടിട്ടുണ്ടാവുള്ളൂ. സലാം കിട്ടിയാൽ പിന്നെ നമ്മളും അയാളോടുള്ള കണക്ഷൻ കിട്ടും. പിന്നെ നമുക്ക് നമ്മളിഷ്ടമാണ്. അതുണ്ട്, അത് കറാത്താണ്. സൂറത്ത് ഇമാമിൻ്റെ ഓത്ത് കേൾക്കുമ്പോൾ നമുക്ക് സൂറത്തില്ല. ഇഷാ മഗ്‌രിബ് സുബഹി പോലത്തെ നിസ്കാരത്തിലൊക്കെ ഇപ്പോൾ ഇമാമിൻ്റെ ഓത്ത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫാത്തിഹ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താക്കാൻ പാടില്ല, സൂറത്ത് ഓതാൻ പാടില്ല, കറാത്താണ്.